റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ കണ്ടിന്യൂഷനാണ്. 6-ാമത്തെ ക്ലിപ്പായത്. അഞ്ചാമത്തെ ക്ലിപ്പ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യേശുക്രിസ്തു സർവ്വലോകത്തിൻ്റെയും പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവപുത്രനായ യേശുക്രിസ്തു സർവ്വലോകത്തിൻ്റെയും പാപത്തെ ചുമന്നൊഴിച്ച ദൈവകുഞ്ഞാടായി മരിച്ചു കഴിഞ്ഞപ്പോൾ ഇനി മരണം നമുക്ക് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പം നിങ്ങൾ ന്യായമായൊരു ചോദ്യം ചോദിക്കും. ഞാൻ തന്നെ അങ്ങ് പറയാം. അപ്പോൾ കാര്യം മനസ്സിലാവുമല്ലോ. അങ്ങനെ ചില സന്ദർഭങ്ങളിൽ ഞാൻ ചെയ്യാറുണ്ട്. യേശുക്രിസ്തു മരിക്കുന്നവരെ ഈ ഉണ്ടായിരുന്ന ആൾക്കാരുടെ ഗതി എന്തായിരുന്നു? അതിനാ ഒരു ടെമ്പററി പ്രമാണം കൊടുത്ത്, മൊസൈക്ക് ലോ, മോചന പ്രമാണം. അതിലേറ്റവും കണ്ടൻസ് ആയിട്ടുള്ളൊരു ഭാഗം ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേട്ടോണം. സങ്കീർത്തനം 50:5, യാഗം കഴിച്ച് നിയമം ചെയ്ത വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവിൻ. യേശുക്രിസ്തു സർവ്വലോകത്തിൻ്റെയും പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി വന്ന് യാഗമാകുന്നത് വരെ ദൈവം കൊടുത്തൊരു പ്രമാണമാണ് മോസൈക്ക് ലോ. ആ മോശയുടെ പ്രമാണത്തിൻ്റെ വ്യവസ്ഥിതിയാണ് യാഗം കഴിക്കുക. ആദാം മുതൽ എല്ലാവരും കഴിച്ചു യാഗം. യോബിൻ്റെ യാഗത്തെക്കുറിച്ച് ഞാൻ ഞങ്ങളെ പഠിപ്പിച്ചപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ഞങ്ങളെ പഠിച്ചെന്ന് പറയാൻ നമുക്ക് നമ്മൾ ആരെങ്കിലും പഠിപ്പിക്കണ്ടേ? ഒത്തോറിയാൻ ആരെങ്കിലും വേണ്ട ഇവിടെ പഠിപ്പിക്കാൻ? വയോവൃദ്ധന്മാരായ ദൈവവൃദ്ധന്മാർ പഠിപ്പിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. ഹല്ലേലൂയ. യാഗം കഴിച്ച് നിയമം ചെയ്ത വിശുദ്ധന്മാരാരാണ്? പഴയ നിയമക്കാരാ. ഏത് കാലം വരെ ആ യാഗം? യേശുക്രിസ്തുവിൻ്റെ കാലം വരെ, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൻ്റെ കാലം വരെ. മോശയുടെ ന്യായപ്രമാണവും ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണവും ഇതിനകത്ത് 6:2 തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പിൻ. ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണത്തിന് ക്രിസ്തുവിൻ്റെ ഉപദേശം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഥ്യവന ഭക്തിക്കൊത്ത ഉപദേശം. യാക്കോബ് 2 പദപ്രയോഗങ്ങൾ പറയുന്നുണ്ട്: സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം, രാജകീയ ന്യായപ്രമാണം. ഈ 2 പദങ്ങൾ യാക്കോബ് പറയുന്നുണ്ട് ക്രിസ്തുവിൻ്റെ പ്രമാണത്തിന്. 2 യോഹന്നാൻ 9-ാം അധ്യായത്തിൽ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിന് നിലനിൽക്കാതെ അതിർ വിട്ടുപോകുന്ന ഒരുത്തനുമില്ല. പ്രവൃത്തി പുസ്തകത്തിൽ അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ അരിച്ച് പ്രാർത്ഥന കഴിച്ചും പോന്നു. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ അരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോന്നു. അതിന് ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണമെന്ന് പൗലോസ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഥ്യവചനം, ഭക്തിക്കൊത്ത ഉപദേശം, ഇതൊക്കെ പുതിയ നിയമത്തിൽ പറയുന്ന പേരുകളാ. ഇതൊന്നും വിശ്വാസികളെ പറഞ്ഞ് പഠിപ്പിക്കാറില്ല ആരും. ഈ സങ്കീർത്തനം വായിച്ചുകൊണ്ടിരുന്ന ഇതൊക്കെ എങ്ങനെ കിട്ടുന്നത്? ഇനി പുതിയ നിയമം പഠിപ്പിക്കുന്നവർ പോലും പുതിയ നിയമത്തിൻ്റെ ആഴത്തിലേക്ക് പോകുന്നില്ല. പുതിയ നിയമം എടുത്ത് ദുരുപദേശം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേരെ എനിക്കറിയാം. ഞാൻ അതൊന്നും പറഞ്ഞ് സമയം കളയാൻ എൻ്റെ മുമ്പിൽ ഇല്ല. പ്രിയമുള്ളവരെ, മരണം ഏത് സമയം വരെ മനുഷ്യൻ്റെ മേൽ കൊടികുത്തി വാണു? മോശയിക പ്രമാണം നിലനിൽക്കുന്നവരെ. അതുകൊണ്ടാണ് പൗലോസ് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിലെ മരണമേ നിന്റെ ജയം എവിടെ? മരണമേ നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന് വിഷമുള്ള പാപത്തിൻ്റെ ശക്തി ന്യായപ്രമാണം. പാപത്തിൻ്റെ ശക്തി ന്യായപ്രമാണം. ശ്രദ്ധിച്ചോണം, ന്യായപ്രമാണം അനുസരിക്കുന്നതിന് മരണമാ. 2 കൊരിന്ത്യർ 3-ാം അധ്യായം എടുത്തുകൊണ്ട് ശരിക്കും വായിച്ച് പഠിച്ചാൽ അതൊന്നും ആരും ഇന്ന് ആ ഭാഗങ്ങളിലേക്ക് പോകുന്നേയില്ല. അറിയാത്ത കൊണ്ടാണോ മനഃപൂർവ്വമാണോ പിശാച് തടഞ്ഞു വെച്ചിരിക്കണമെന്നൊന്നും എനിക്കറിയില്ല. ഞാനത് കമ്പിവാചകം പോലെ ഈ 5-ാമത്തെ ക്ലിപ്പിൽ പറയാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോണേ ദൈവമക്കളെ. 2 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 3-ാം അധ്യായമാണ് ആ പഠനം കിടക്കുന്നത്. ആ പ്രമാണം മരണത്തിൻ്റെ പ്രമാണമാണോ എന്ന് ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. 3:2 മുതൽ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഉണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ. ഇപ്പോൾ കൊരിന്ത് സഭ അപ്പോസ്തലന്മാരെ പോലെയായി, അത് കഴിഞ്ഞപ്പോൾ അവർ ക്രിസ്തുവിനെ പോലെയായി. എന്താ കാര്യം? ക്രിസ്തുവിൻ്റെ ഉപദേശം പഠിപ്പിച്ച് ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി അവർ തീർന്നു. യേശു ക്രിസ്തുവിനെ കൊരിന്ത് സഭയിലെ വിശ്വാസികളിൽ കാണാൻ തുടങ്ങി. അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്ന മഹാപാപികൾ ആ ഉപദേശം അങ്ങോട്ട് പഠിച്ച് വന്നപ്പോൾ അവർ അപ്പോസ്തലന്മാരെ പോലെയായി.
പ്രത്യേകമായിട്ട് എടുത്തു പറയാനുള്ളൊരു കാര്യം, 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൽ അവർ ശൈശാവസ്ഥയിൽ കിടക്കുക, തമ്മിൽ തല്ലി വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുക. പൗലൂസിൻ്റെ പക്ഷം, കേപ്പാടെ പക്ഷം, അപ്പൊല്ലോസിൻ്റെ പക്ഷം എന്ന് പറയും, ഭയങ്കര ബഹളം. പൗലൂസ് അതിനെ തല്ലി ചതച്ച് എല്ലാത്തിനെയും, പൗലൂസാര്, പത്രോസാര്, യോഹന്നാനാര്, യാക്കോബാരെന്നൊക്കെ പറഞ്ഞ് അവരൊക്കെ നിങ്ങളോട് വചനം പറയാനായിട്ട് ദൈവം ആക്കി വെച്ചവരാണ്. അവരാരെങ്കിലും വന്ന് നട്ടു, മറ്റൊരാൾ വന്ന് നനച്ചു, നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല, ഒരു ശുശ്രൂഷകൻ ഏതുമില്ലെന്ന് വചനം പറയുമ്പോൾ നീ ഡോക്ടറും റവറൻറ്റുമായിട്ട് നടന്നാൽ ഒരു ഗുണമില്ല സഹോദരമായിട്ട് തോട്ടിക്കളഞ്ഞിട്ട് ദൈവസന്നിധി താണിരുന്ന് പ്രാർത്ഥിച്ച് കൃപ പ്രാപിച്ച് ദൈവവചനം ജനത്തിന് പറഞ്ഞു കൊടുക്ക്. ഡോക്ടറേറ്റും റവറൻറ്റ് പട്ടവും ഒന്നും ദൈവദാസന്മാർക്ക് ഭൂഷണമല്ല. ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച കർത്താവിൻ്റെ ദാസൻ വലിയ വചനജ്ഞാനമുള്ള ഒരാളായിരുന്നു. അതിശ്രേഷ്ഠ ദാസൻ എന്നൊക്കെ പറയുന്നത് എന്നെ പുള്ളി ഇരിക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെയൊക്കെ പിടിച്ച് അടിക്കുമെന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ട്. ദൈവദാസൻ വന്നു, കർത്താവിൻ്റെ ദാസൻ, പാസ്റ്റർ വന്നു എന്നൊക്കെ പറഞ്ഞാൽ മതി. ഏറ്റവും വലിയ പ്രശസ്തിയുടെ അല്ലെങ്കിൽ പേരും പെരുമയും എടുക്കാൻ ഏറ്റവും അർഹനായ വ്യക്തി പൗലൂസാണ്. അദ്ദേഹം പറയുന്നത് ഞാനൊരു ചാവിള്ള എന്ന് പറഞ്ഞാൽ KJV ട്രാൻസ്ലേറ്റ് എടുത്ത് വായിച്ചോ, ബോൺ ഔട്ട് ഓഫ് ഡ്യൂ ടൈം, സമയം ആകുന്നതിന് മുൻപ് പ്രസവിച്ച് വീണ ഒരു ചാവിള്ള, ഒരു മാംസകഷ്ണം. ഞാൻ ആകുന്ന കൃപയാൽ. ആ ലേഖനം, ആ വിവാഹം എടുത്തൊന്ന് വായിച്ചു പഠിച്ചോണി. അതൊക്കെ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. 1 കൊരിന്ത്യർ 15:8. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ, ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനല്ല, എങ്കിലും ഞാനാകുന്ന കൃപയാലാകുന്നു. എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. എന്നാൽ ഞാനല്ല, എന്നോടുകൂടിയുള്ള ദൈവകൃപയത്രേ. ഹല്ലേലൂയ. ഒടുവിൽ അകാലപ്രജ പോലെയുള്ള എനിക്ക്, അകാലപ്രജയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് ബോൺ ഔട്ട് ഓഫ് ഡ്യൂ ടൈം. മാസം തികയുന്നതിന് മുമ്പ് പ്രസവിച്ച് വീണ ഒരു ചാവില്ല, ഒന്നിനും കൊള്ളത്തില്ല, കൊണ്ട് കുഴിച്ചിടാനേ കൊള്ളത്തുള്ളൂ. അതുപോലെ താൻ തന്നെ താഴ്ത്തി ഇന്ന് ഡോക്ടറേറ്റിന് വേണ്ടി, റവറൻറ്റ് പട്ടം കിട്ടാൻ വേണ്ടി കിടന്ന് കടിപിടി കൂടുന്നത് കാണുമ്പോൾ അവരുടെ പുസ്തകത്തിലൊന്നും ഈ വാക്യം ഇല്ലയോ? അവരിത് വായിച്ചിട്ടില്ലയോ? അവരുടെ കണ്ണുകൾക്കിത് മറഞ്ഞിരിക്കുന്നുവോ? ചെതുമ്പലിരുന്ന കാഴ്ചപ്പെട്ട് കിട്ടത്തില്ല കേട്ടോ. ന്യായപ്രമാണം പ്രസംഗിച്ച് വലിയ അഗ്രഗണ്യനായിട്ട് ദൈവസഭയെ കൊന്നുപിടിച്ച പൗലൂസ്, അനന്യാസ് കൂളിപ്പോത്തവൻ പ്രാർത്ഥിച്ചപ്പോൾ എന്ത് പറ്റി? ചെതുമ്പൽ തറയിപ്പോയി. ന്യായപ്രമാണത്തിൻ്റെ ചെതുമ്പലെന്നാൽ ഞാനതിന് ഒരു ആലങ്കാരിക പദപ്രയോഗത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ ചെതുമ്പലങ്ങ് പോയപ്പോൾ ക്രിസ്തുവിനെ സ്പഷ്ടമായിട്ട് കാണാൻ തുടങ്ങി. ക്രിസ്തുവിൻ്റെ ഉപദേശം അങ്ങോട്ട് പ്രസംഗിക്കാൻ തുടങ്ങി. കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ആ പുതിയ നിയമം പ്രസംഗിക്കുന്നത്. ഗലാത്യർ 1:11-12 വെളിപ്പാടുകളിൽ കൂടി പൗലൂസ് അത് പ്രാപിച്ചു പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഇന്നത്തെ ഡോക്ടർമാരും റവറൻറ്റുമാർക്കും ഇതൊരു ഗുണപാഠമായിരിക്കട്ടെ. ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങൾ. ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരുന്നു. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ വായിച്ചത് 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം. ക്രിസ്തുവിൻ പത്രമായി വെളിപ്പെടുന്നുവല്ലോ, അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിനാലത്രേ, കൽപ്പലകയിലല്ല, ഹൃദയമെന്ന മാംസപ്പലകയിൽ എഴുതി. ഞാൻ നേരത്തെ എബ്രായ ലേഖനം വായിച്ചല്ലോ, ഹൃദയമെന്ന മാംസപ്പലകയിൽ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. ഈ വിധം ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിനാലുണ്ട്. ഞങ്ങളിൽ തന്നെ വരും പോലെ സ്വയമായി വല്ലതും സങ്കല്പിപ്പാൻ ഞങ്ങൾ പ്രാപ്തരെന്നല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനം അത്രേ. അവൻ ഞങ്ങളെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകൻ പ്രാപ്തരാക്കി എന്ന് പറയുമ്പോൾ KJV ട്രാൻസ്ലേഷനിൽ അവൻ ഞങ്ങളെ പുതിയ നിയമത്തിൻ്റെ പ്രാപ്തന്മാരായ ശുശ്രൂഷകന്മാരാക്കി, ഏബിൾ മിനിസ്റ്റേഴ്സ് ആക്കി. അതുകൊണ്ട് KJV ട്രാൻസ്ലേഷൻ ഞാൻ നിങ്ങളോട് ഉപയോഗിക്കാനായിട്ട് പറയുന്നതിൻ്റെ കാരണം അർത്ഥം ഗാംഭീര്യമാണ്, കൃത്യമാണ്, വ്യക്തമാണ്. മറ്റതൊക്കെ അല്പസ്വല്പ പെശകുകളുണ്ട്. അത് പിതാക്കന്മാരിൽ നിന്ന് കിട്ടിയൊരു അറിവാണ് കേട്ടോ, എനിക്കറിയത്തില്ല അതിനെക്കുറിച്ചൊന്നും. ഏബിൾ മിനിസ്റ്റേഴ്സ്, പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷന്മാരാക്കി. അക്ഷരത്തിൻ്റെ ശുശ്രൂഷന്മാരല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷന്മാർ അത്രേ. അക്ഷരം കൊല്ലുന്നു, ന്യായപ്രമാണം കൊല്ലുന്നു എന്നല്ലേ? ആത്മാവോ ജീവിപ്പിക്കുന്നു. എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ, നീക്കം വന്നതായ മോശയുടെ മുഖതേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവൻ്റെ തേജസ്, അവനെ നോക്കിക്കൂടാതെ തേജസ്സുള്ളതായെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകുകയല്ലോ. ഇതിനെക്കുറിച്ച് ഞാൻ ഈ ഭാഗത്തെക്കുറിച്ച് ഞാൻ ക്ലിപ്പ് ഇറക്കിയിട്ടുണ്ട്. യൂട്യൂബിൽ കിടപ്പുണ്ട് ആ മെസ്സേജ്. അത് നിങ്ങൾ കേൾക്കുക, അല്ലെങ്കിൽ പിന്നീടുള്ള സമയങ്ങളിൽ ഞാനതിനെക്കുറിച്ച് പറയാൻ താല്പര്യപ്പെടുന്നു.
ഇവിടെ ഇപ്പം നമ്മൾ പറഞ്ഞത് ന്യായപ്രമാണം മനുഷ്യനെ കൊല്ലുക. പഴയ നിയമം വായിക്കുമ്പോൾ മൂടുപടം വീഴുക, ഹൃദയം കണ്ട് കുരുടായി പോവുക, ആത്മീയ കണ്ട് കുരുടായി പോവുക. ക്രിസ്തുവിലേക്ക് തിരിയുമ്പോഴാണ് അത് ശരിയാകുന്നത്. അത് അധ്യായത്തിൻ്റെ പഠനമാണ്. ഞാനത് ഏതെങ്കിലും വേറെ സന്ദർഭത്തിൽ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ വായിച്ച വിഷയത്തിലേക്ക് മടങ്ങി വരുന്നു, റോമർ 5. ഹല്ലേലൂയ. അപ്പോൾ മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. എന്നാൽ ലംഘനത്തിൻ്റെ കാര്യവും കൃപാവരത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല. ഏകൻ്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ആദാമി പാപനിമിത്തം മരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത്, ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. ഏക മനുഷ്യനായ യേശുക്രിസ്തു, ഇതാണ് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ എടുത്ത് പറയുന്ന യേശുക്രിസ്തു മനുഷ്യനാണെന്ന്. സഹോദര, നിന്റെ എൻ്റെ പാപനിമിത്തം യേശുക്രിസ്തു മനുഷ്യനായി തീർന്നത്. നിന്നെ വിടിവിക്കുവാൻ മനുഷ്യൻ വേഷം കെട്ടിയെന്നാണ് പറയുന്നത്. വേഷത്തിൽ മനുഷ്യനായി. ഫിലിപ്പിയർ 2 അവൻ വേഷത്തിൽ മനുഷ്യനായി. ഈസ് എ ഗോഡ്. അവൻ ദൈവപുത്രനാണ്, ദൈവമായിരുന്നു. ദൈവത്തിൻ്റെ വചനം അങ്ങനെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മളത് വിശ്വസിക്കുന്നു. പിതാവിൻ്റെ മടിയിലിരുന്ന പുത്രൻ, ത്രിയേക ദൈവം. യേശുക്രിസ്തു പൂർണ്ണ ദൈവമായിരുന്നു, അപ്പോൾ തന്നെ പൂർണ്ണ മനുഷ്യനുമായിരുന്നു. അതെന്താ അങ്ങനെ വരാൻ കാര്യം? മനുഷ്യനെ വീണ്ടെടുക്കണമെങ്കിൽ മനുഷ്യൻ്റെ വേഷത്തിൽ വരണം. റോമാലേഖനം 8 അധ്യായത്തിൽ ആ കാര്യം കിടക്കുന്നുണ്ട്. അത് വേഗത്തിൽ വായിച്ചു പോകാം. ജഡത്താനുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിന് സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അല്ലോ, അതിൻ്റെ കാരണം ഞാൻ എൻ്റെ സബ്ജക്റ്റ് അല്ലാത്തതുകൊണ്ട് അതിൽ നിൽക്കുന്നില്ല. എന്നെ ഏൽപ്പിച്ച സബ്ജക്റ്റിലേക്ക് ഞാൻ വരികയാണ്. ആദാമ്യ പാപനിമിത്തമുണ്ടായ സകല തകർച്ചകളും, സകല ദുരന്തങ്ങളും, സകല പ്രതിസന്ധികളും, സകല ഉന്മൂലനാശവും യേശുക്രിസ്തുവാകുന്ന ദൈവപുത്രനിലൂടെ ദൈവം അത് മാറ്റിക്കളയുന്നു. അതാണ് ഇനിയുള്ള ആ വിഷയത്തിൻ്റെ പഠനം. റോമർ 5:12 മുതലുള്ള പഠനത്തിൻ്റെ ആ മീറ്റായ ഭാഗം അതാണ്. മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. എന്നാൽ ലംഘനത്തിൻ്റെ കാര്യവും കൃപാവരത്തിൻ്റെ കാര്യം ഒരുപോലെയല്ല. ഏകൻ്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കണേ. പാപം ചെയ്തതിൻ്റെ ഫലവും ദാനത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല. ഏകൻ്റെ പാപം ശിക്ഷാവിധി കൽപ്പിക്കുവാൻ ഹേതുവായി തീർന്നു. ആദിമ മനുഷ്യർ ചെയ്ത പാപം, അല്ലെങ്കിൽ ഹവ്വ ചെയ്ത പാപം, അവയും ആദാം അമ്മയും അവർ ഒന്നായിട്ടാണ് ദൈവം അവരെ കണ്ടത്. രണ്ടെല്ലാം ഒന്നാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഒന്നായി. ഇപ്പോൾ 2ആയിട്ടും 3ആയിട്ടും 10ആയിട്ടൊക്കെ ഇരിക്കുക. ഒന്ന് പോകുമ്പോൾ വേറെ ഒന്നിനെടുക്കുക. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഏകൻ്റെ പാപം ശിക്ഷാവിധി കൽപ്പന ഹേതുവായി തീർന്നു. കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിപ്പിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. സ്വതന്ത്രം. ശ്രദ്ധിക്കണേ. ഏകൻ്റെ പാപം ശിക്ഷാവിധി കൽപ്പിക്കാൻ ഹേതുവായി തീർന്നെങ്കിൽ യേശുക്രിസ്തുവിലൂടെയുള്ള കൃപ അനേക ലംഘനങ്ങളെ മോചിപ്പിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. നീതീകരണ വിധി. ആദാമ്യ പാപ നിമിത്തം മരണത്തിന് വിധിക്കപ്പെട്ട് പ്രതികൂട്ടിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഈ യേശുക്രിസ്തു എൻ്റെയും പാപത്തിന് വേണ്ടിയാണ് യേശുക്രിസ്തു മരിച്ചു എന്ന് വിശ്വസിക്കുമ്പോൾ പിതാവ് അവനെ നീതീകരിക്കുന്നു. അതാ ഇവിടെ നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. വളരെ പ്രാർത്ഥിച്ചത് കേൾക്കണം, അല്ലെങ്കിൽ ഒന്നും പിടികിട്ടത്തില്ല. ഹിമാലയ പർവ്വതം പോലെ ആഴത്തിലുള്ള വിഷയങ്ങളാണ് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പ്രാർത്ഥനയോടെ കേൾക്കുക. ഏകൻ്റെ ലംഘനത്താൽ മരണമായ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. എന്തായി ഇവിടെ ആദാമ്യ പാപം നിമിത്തം മരണത്തിന് വിധിക്കപ്പെട്ടവനെ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു.
ഈ അപ്പം തിന്നവൻ എന്നേക്കും ജീവിക്കും. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം ഞാനാകുന്നു. മോശ മരുഭൂമിയിൽ കൊടുത്ത അപ്പം എന്തായിരുന്നു? മോശ ഇല കൊടുത്തത് സ്വർഗത്തിൽ നിന്ന് കൊടുത്തതാ. മന്ന, സ്വർഗീയ മന്ന, ശക്തിമാന്മാരുടെ ഭോജനം. മോശ കൊടുത്തതായിട്ട് നമുക്ക് അത് പറയുന്നെങ്കിലും അല്ല, അതിന് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇവർ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ജനത്തിന് കൊടുത്ത, സ്വർഗത്തിൽ നിന്നാണ് പൊഴിച്ചു കൊടുത്തത് മന്ന. അതിനൊക്കെ അളവ് ഭക്ഷിക്കാനുണ്ടായിരുന്നു. ദിനവും ഭക്ഷിക്കണമായിരുന്നു. ദിവസവും വേദപുസ്തകം വായിക്കുന്ന എത്ര പേരുണ്ട്? ഒത്താവൊന്ന് പ്രാർത്ഥിച്ചു, ഒത്താവൊന്ന് പാസ്റ്റർമാർ പുസ്തകം വായിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, പിന്നെയാ വിശ്വാസികൾ. ഞാൻ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരോടും പറയുന്നു, ഒരു ദിവസം 5, 8, 10 അധ്യായം വായിക്കണം. നമ്മൾ ഗിരിപ്രഭാഷണം എല്ലാ ആഴ്ചയിലും ഒരു പ്രാവശ്യമെങ്കിലും വായിക്കണം. നമ്മളെ മാറ്റിമറിക്കും ഗിരിപ്രഭാഷണം. മോശയ്ക്ക് പ്രമാണം മാറ്റി ക്രിസ്തുവിൻ്റെ പ്രമാണം സ്ഥാപിക്കുന്നതാണ് ഗിരിപ്രഭാഷണം. അത് അനേകർക്ക് ഇന്നും പിടിയിട്ടിട്ടില്ല. ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണം പ്രവൃത്തി പുസ്തകം മുതൽ യൂദയുടെ ലേഖനം വരെ, അല്ലെങ്കിൽ വെളിപ്പാട് 1, 2, 3 കൂടി ചേർത്തങ്ങ് വായിക്കാം. പഠിക്കണം. പുതിയ നിയമം വായിച്ച് പഠിക്കണം. തന്നെയും പിന്നെയും വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഗുണമില്ല. പഴയ നിയമം വായിക്കുന്നത് പാപമാണെന്നൊന്നും ഞാൻ പറയത്തില്ല. അതവിടെ നിർത്തിയിട്ട് പുതിയ നിയമം വായിച്ചു പഠിക്കണം. യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും ഇനി മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 സുവിശേഷങ്ങൾ അവരെഴുതിയത്, അത് 4 സുവിശേഷന്മാർ 4 ആംഗിളിൽ നിന്ന് എഴുതി. അത് കർത്താവ് അവരെ പഠിപ്പിച്ചതാണ്. അതിൽ നിന്ന് നമുക്ക് ആവശ്യാനുസരണം, പരിജ്ഞാനത്തോടെ, വിവേകത്തോടെ കാര്യങ്ങളെടുത്ത് പഠിക്കാം, പ്രസംഗിക്കാം. ഒരു കുഴപ്പമില്ല. അത് അതിൻ്റേതായ പരിജ്ഞാനത്തോടെ ആയിരിക്കണം. പണ്ടാരം ഞാൻ പറഞ്ഞ പോലെ ഉത്തമഗീതം ഉത്തമന്മാർക്ക് ഉത്തമമ്മ, ആ നിലയിൽ അത് പരിജ്ഞാനത്തോടെ എടുത്ത് പഠിപ്പിക്കണം. എന്നാൽ ലേഖനങ്ങൾ ഞാനോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാനും കൂടെ ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. മത്തായി 28:20. ലോകത്ത് പോയി സുവിശേഷം പ്രവർത്തിച്ച് ശിഷ്യരാക്കാനായിട്ട് കർത്താവ് കൊടുത്ത ഗ്രേറ്റ് കമ്മീഷനാണത്. ശിഷ്യരാക്കിയിട്ട് എന്ത് ചെയ്തു? സുവിശേഷം അവരെ പഠിപ്പിച്ചു. സുവിശേഷത്തിന് 2 ഭാഗമുണ്ട്. ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഇത് കേട്ട് ശരിക്ക് പഠിക്കാനാണ്. ഒന്ന്, കോമൺ സാൽവേഷൻ, യേശുക്രിസ്തുവിനെ പൊതുവിൽ പ്രസംഗിച്ച് രക്ഷയിലേക്ക് നടത്തുക. രക്ഷിക്കപ്പെട്ടവനെ കൊണ്ടുവന്ന് സഭയിലിരുത്തി ഉപദേശം പഠിപ്പിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുക, കർത്താവിൻ്റെ ഒരു വേണ്ടി ഒരുക്കുക, ദൈവരാജ്യത്തിന് വേണ്ടി ഒരുക്കുക, സ്വർഗരാജ്യത്തിന് വേണ്ടി ഒരുക്കുക. അതാണ് ഈ പ്രമാണം. ഈ പ്രമാണം വിട്ടുകളഞ്ഞെന്നാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. ഏകൻ്റെ ലംഘനത്താൽ ആ മരണം ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അപ്പോൾ ദൈവകൃപ ലഭിക്കുകയും കർത്താവിൻ്റെ നീതി നമുക്ക് ലഭിക്കുകയും നീതിയുടെ സമൃദ്ധി ലഭിക്കുകയൊക്കെ ചെയ്യുമ്പോൾ യേശുക്രിസ്തുവിലൂടെ നമുക്ക് അധികമായി നിത്യജീവനിൽ വാഴാനായിട്ട് കഴിയുന്നു എന്നാണ് ഇതിൻ്റെ സാരാംശം. ആരട്ടെ, അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. അതാ നിമിത്തം സകല മനുഷ്യരും ശിക്ഷിക്കപ്പെട്ടു. ആ ശിക്ഷയുടെ പരിണിത ഫലമായി മരണം വന്നു. അതാണ് നമ്മൾ 5 വായിച്ചത്. എന്നാൽ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും, യേശുക്രിസ്തുവിലൂടെയുള്ള നീതീകരണം നമുക്ക് കിട്ടി. 19 ഞാൻ പെട്ടെന്ന് പറയാൻ പോവുക. ഏക മനുഷ്യൻ്റെ അനുസരണക്കേടില്ലാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീർന്നു. ഏക മനുഷ്യൻ്റെ അനുസരണക്കേട്, ആദാമും അവയുടെയും അനുസരണക്കേട് നിമിത്തം ലോകത്തുള്ള സകല മാനവജാതിയും, ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, സകല നേഷൻ, സോൾ ജാതി, എല്ലാ ജാതിയിൽപ്പെട്ടവരും ആദാമ്യ പാപം നിമിത്തം പാപികളായി. ആ പാപികളായ മനുഷ്യർ ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ വിശ്വസിക്കുമ്പോൾ അവൻ ചെയ്ത കുറ്റങ്ങളും കുറവുകളെല്ലാം ദൈവം മറന്ന് അവനെ നീതിമാനായിട്ട് പ്രഖ്യാപിക്കുക. എന്തുകൊണ്ട്? ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശുക്രിസ്തു മരിച്ചു. ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നീതീകരണം ലഭിച്ചവൻ നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുക. റോമർ 6:19. അങ്ങനെ നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ
തേജസ്കരണം കിട്ടും. റോമർ 6:23. പാപത്തിൻ്റെ ശമ്പളം മരണം, അത്ര ദൈവത്തിൻ്റെ കൃപാരൂപം കർത്താവായ യേശുക്രിസ്തു നിത്യജീവൻ തന്നെ. അപ്പം അങ്ങനെ ഏകൻ്റെ ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. അടുത്ത 19. ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. ആദാമ്യ പാപനിമിത്തം സകലരും പാപികളായി. പാപം ചെയ്യാത്ത ദൈവപുത്രനായ യേശുക്രിസ്തു ഹല്ലേലൂയ നിമിത്തം യേശുക്രിസ്തു പിതാവിനെ അനുസരിച്ചു. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് സ്നേഹത്തിൽ വസിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് സ്നേഹത്തിൽ. സകലത്തിലും പിതാവിനെ അനുസരിച്ചു. അതുപോലെ നാമും കർത്താവിനെ അനുസരിക്കണം. ഏകമനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീർന്നു. യേശുക്രിസ്തു പിതാവിനെ അനുസരിച്ച് പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത് പിതാവിൻ്റെ ഹിതപ്രകാരം അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമുക്കും നീതിമാന്മാരായി തീരാൻ കഴിയും. എന്നാൽ ലംഘനം പരിയെടുത്ത് കൃപ ന്യായപ്രമാണം ഇടയിൽ ചേർന്ന് വന്നു. എങ്കിലും പാപവും ഇടയിൽ ചേർന്ന് വന്നു. എങ്കിലും പാപം പരിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. ശ്രദ്ധിക്കണേ, ലംഘനം പരിയെടുത്ത് ന്യായപ്രമാണം ഇടയിൽ ചേർന്ന് വന്നു. എങ്കിലും പാപം പരിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. കർത്താവിൻ്റെ കൃപ വർദ്ധിച്ചു. ഹല്ലേലൂയ. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവന് വാഴേണ്ടതിന് തന്നെ. ദൈവമക്കളെ, എത്ര ശ്രേഷ്ഠകരമായ ഒരു വിഷയമാണ് പൗലോസിലൂടെ എടുത്ത് പുതിയ നിയമസഭയെ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ സഭയെ പഠിപ്പിക്കാതെ, ഇതൊക്കെ പഠിപ്പിച്ച് മനുഷ്യനെ ആത്മീകരാക്കാതെ, ഇതൊക്കെ പ്രസംഗിച്ച് ജനത്തെ ബോധവൽക്കരിച്ച് ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിലൂടെ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ഇത് പഠിക്കാൻ ആളില്ല, പഠിപ്പിക്കാൻ ആളില്ല. മോശെ, എലിയാവും, ദാവീദും, പിന്നെ ഗോലിയാത്തും, പിന്നെ എസ്തേറും, ഹാമാനും, ഹാമാന്റെ പുത്രന്മാരും, ചെന്നി കുത്തി തുളച്ച കഥയൊക്കെ പഴയ നിമിത്തി കിടപ്പുണ്ട്. ഒരു കുത്തിയിട്ട് ചെന്നി തളച്ച് ആ തുളഞ്ഞ് അത് എന്ത് ചെയ്തു, ആ പാര വന്ന് നിലത്ത് കൊണ്ടു. പഴയ നിയമത്തിലെ കെട്ടുകഥ, കഴിവിക്കഥ, നിർമ്മിത കഥ, സംഭവകഥ, അതൊക്കെ സംഭവകഥയൊക്കെയാണ്. അതുകൊണ്ട് എനിക്ക് നിനക്ക് എന്ത് പ്രയോജനമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഹല്ലേലൂയ. മനുഷ്യരെ രക്ഷിപ്പാൻ കഴിയാത്തൊരു പ്രമാണം അവർക്ക് കൊടുത്തു, ന്യായപ്രമാണം. അതിലെ സംഭവങ്ങളും സംഭവ ഇതിഹാസങ്ങളും ഒക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അത് വലുതാണ്. നമുക്ക് എന്താണത്? എന്തു ഗുണമുണ്ട് സഹോദരങ്ങളെ? അതുകൊണ്ട് ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശുക്രിസ്തു വന്ന് നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ആ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിച്ച് ജീവിക്കാനല്ലേ ക്രിസ്തുവിൻ്റെ പ്രമാണം നമ്മെ ഉപദേശിക്കുന്നത്. ഇങ്ങനൊരു പ്രമാണം, ഇങ്ങനൊരു വ്യവസ്ഥിതി ലോകത്തെവിടെയുണ്ട്? ഏത് മതങ്ങളിലുണ്ട്? ഹല്ലേലൂയ. ചിലർ പറയുന്നത് ക്രിസ്ത്യാനികള് മനുഷ്യരെ കൊന്നൊടുക്കുന്നെന്ന. അപ്പൊ ക്രിസ്ത്യാനിയല്ല, നാമധേയ ക്രിസ്ത്യാനിയാ. പൗലോസ് ന്യായപ്രമാണത്തിന്റെ വ്യക്തവായ്പ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെയല്ലേ? ദൈവസഭയെ കൊന്നു പിടിച്ചുകൊണ്ടിരുന്നല്ലേ? ചെതുമ്പൽ വീണുപോയി അനന്യാസ് പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവ് കിട്ടി, സ്നാനപ്പെട്ടു, ഒരു പുതിയ ദൈവ പൈതലായി തീർന്നപ്പോൾ പിന്നെ അയാൾ കൊല്ലുകയാണോ ചെയ്തേ? നരകത്തിൽ പോകുന്നവനെയൊക്കെ വചനം പ്രസംഗിച്ച് രക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ ചെയ്തേ? ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥിതി അനുസരിച്ച് യേശുക്രിസ്തു വന്നു കഴിഞ്ഞു, പ്രമാണം കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ആ ന്യായപ്രമാണം പിടിച്ചുകൊണ്ടിരുന്നാൽ നരകത്തിലേക്കാണ് പോകുന്നവര്. അവരെ എന്ത് ചെയ്തു? പൗലൂസ് നിത്യജീവനിലേക്ക് നടത്താനിടയായി. പൗലൂസിന്റെ കോളിംഗ് തന്നെ അതായിരുന്നു എന്ന് പ്രവൃത്തി പുസ്തകത്തിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയുന്നു. ഞാനത് നിങ്ങളൊന്ന് വായിച്ച് കേൾപ്പിച്ച മനോഹരമായൊരു വാക്യമാണത്. അതൊന്നും ആരും വായിക്കാറില്ല, പഠിക്കാറില്ല. സ്തോത്രം. പൗലൂസിൻ്റെ ശുശ്രൂഷയെക്കുറിച്ചുള്ളൊരു ഭാഗം ഞാൻ പ്രവൃത്തി 26-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിലൂടെ വായിച്ച് നിങ്ങളെ കേൾപ്പിക്കാൻ കർത്താവ് ശരണപ്പെടുന്നു. അവർക്ക് പാപമോചനവും, ആർക്ക്? യഹൂദന്മാർക്ക്, എന്നിലുള്ള വിശ്വാസത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിപ്പാനും
ഞാനിപ്പോൾ നിന്നെ അവരുടെ ഇടയിൽ അയക്കുന്നു. യഹൂദന്മാർക്കും യവനന്മാർ ജാതികൾ, അവർക്കും രക്ഷകനായിട്ട് രക്ഷയുടെ സുവിശേഷം പറയാനാ പൗലൂസിനെ തിരഞ്ഞെടുത്ത് അയച്ചത്. എസ്പെഷ്യലി നമ്മൾ പഠിക്കുമ്പോൾ പൗലൂസ് ജാതികളുടെ അപ്പോസ്തലനാ, പത്രോസാണ് പരിച്ഛേദനക്കാരുടെ. എന്നാൽ പരിച്ഛേദനക്കാരെയും ജാതികളെയും ഒരുപോലെ ഉപദേശം കൊണ്ട് പോഷിപ്പിക്കുന്നു പൗലൂസ്. ലേഖന ഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ കാണാൻ കഴിയും. എബ്രായ ലേഖനം പഠിപ്പിച്ചാൽ എബ്രായർക്ക് എഴുതിയ ലേഖനമാണെന്ന് പലരും പറയുന്നെങ്കിലും അത് എബ്രായ ക്രിസ്ത്യാനികളായിട്ടുള്ളവർ ക്രിസ്തുവിനെ സേവിച്ച് ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ച് മുൻപോട്ട് വന്നവരെ പ്രബോധിപ്പിച്ച് ഉറപ്പിക്കുകയാണ് ആ ലേഖനം. അപ്പോൾ തന്നെ അത് ജാതികൾക്കും യവനായ ജാതികൾക്കും നമുക്കും അതിൽ നിന്ന് ശക്തമായ ദൂതേറ്റെടുക്കാനുണ്ട്. എബ്രായ ലേഖനം അത്ര കട്ടിയ. മോശയുടെ പ്രമാണം അനുസരിക്കാത്തവന് ശിക്ഷ, ന്യായപ്രമാണത്തിനും പ്രമാണം അനുസരിക്കാത്തവന് ശിക്ഷ എന്ന് പഠിപ്പിക്കുന്ന ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. ഞാനത് ശക്തിയോടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ഇത് കൃപായോഗമായതുകൊണ്ട് എന്തും പറയാം, എന്തും ചെയ്യാമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ നോ, സ്റ്റോപ്പ്, നിർത്തിക്കോളൂ. ഇപ്പോൾ കാരണം പൗലൂസ് മോശയിക പ്രമാണത്തിൽ നിലനിന്നവർ രക്ഷിക്കപ്പെട്ട് പുതിയ നിയമസഭയിലേക്ക് വന്നെങ്കിലും പല മാമൂലുകളും അവർ വിടാതിരുന്നു. അതുകൊണ്ട് രൂക്ഷമായിട്ട് അവരെ പറഞ്ഞു പഠിപ്പിച്ചു. എബ്രായ ലേഖനം 10:26 മുതലുള്ള വാക്യങ്ങൾ, സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനിയൊരു യാഗം ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരാളികളെ ദയിപ്പിക്കാനുള്ള ക്രോധാഗ്നിമേ ഉള്ളൂ. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവര് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. കണ്ടോ, മോശയുടെ പ്രമാണം അനുസരിക്കാത്തവർ മരണശിക്ഷ. അതുപോലെ ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും 29-30 വാക്യങ്ങൾ, 29-ാം വാക്യം പുതിയ നിയമം അനുസരിക്കാത്ത ശിക്ഷ കിട്ടുമെന്ന് എഴുതിയേക്കുന്നേ. ദൈവപുത്രനെ ചവിട്ടിക്കളയും തന്നെ വിശുദ്ധീകരിച്ച ദൈവരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നു. എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് വിചാരിപ്പീൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം വീട്ടും എന്ന കർത്താവ് തന്നെ ജനത്തെ ന്യായം വിധിക്കുമെന്നും അരുളി ചെയ്തവനെ നാം അറിയുന്നുവല്ലോ. ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് എത്ര ഭയങ്കരം. സഹോദരങ്ങളെ, മോശയുടെ പ്രമാണം അനുസരിക്കാത്തവന് ശിക്ഷയുണ്ട്, ക്രിസ്തുവിൻ്റെ പ്രമാണം അനുസരിക്കാത്തവന് ശിക്ഷയുണ്ട്. യാഗം കഴിച്ച് നിയമം ചെയ്ത വിശുദ്ധന്മാരായ യഹൂദന്മാർക്ക് രക്ഷയുണ്ട്, അല്ലാത്തൊരു ശിക്ഷാവിധിയിലാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് യാഗം കഴിച്ച് നിയമം ചെയ്തുകൊണ്ടിരിക്കുക. ജോബിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, പറയാൻ വന്നിട്ട് പറയാൻ വിട്ടുപോയി. അത് കർത്താവിൻ്റെ ദൈവാത്മാവ് ഓർമ്മപ്പെടുത്തുന്നത്. യോബിൻ്റെ മക്കൾ പാപം ചെയ്ത് ദൈവത്തെ ത്യജിച്ചിരിക്കുമെന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ടി യാഗം നടത്തുക, അവരുടെ പ്രസൻറ്റിലല്ലാതെ. എങ്ങനെയുണ്ട് അത്? യാഗം കഴിച്ച് നിയമം ചെയ്തവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. എന്തിനാ യാഗം? യേശുക്രിസ്തു ആകുന്ന ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ യാഗമൃഗം വരുന്നത് വരെ നിഴലായ മൃഗങ്ങളെ അറുത്ത് നിഴലായിട്ട് അവിടെ ശുശ്രൂഷകൾ ചെയ്യുക. പൊരുളായ ക്രിസ്തു വന്നപ്പോൾ നിഴൽ മാറി. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിലെ ഒരു ശക്തമായ പഠനം പെട്ടെന്ന് ഞാൻ ഒന്ന് പറഞ്ഞു പോകാൻ താല്പര്യപ്പെടുക, സമയം എൻ്റെ മുമ്പിൽ ഇല്ലെങ്കിൽ. എന്നാൽ ആദ്യ നിയമത്തിനും 9-ാം അധ്യായം മുതൽ, എബ്രായ ലേഖനം 9-ാം അധ്യായം 1 മുതൽ കാര്യങ്ങൾ അങ്ങോട്ട് വായിച്ചു പോവാൻ. ഞാൻ എൻ്റെ വാക്ക് പറയുന്നതിനേക്കാൾ വചനത്തിന് ശക്തി, മൂർച്ച, വചനം തന്നെ വായിക്കാം. എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധമന്ദിരം ഉണ്ടായിരുന്നു. ഒരു കൂടാരം ചമച്ചു, അതിൻ്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും മോശയുടെ കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു. അതിന് വിശുദ്ധ സ്ഥലമെന്ന് പേർ. 2-ാം തിരശ്ശീലയ്ക്ക് പിന്നിൽ അതിവിശുദ്ധമെന്ന് ഒരു കൂടാരമുണ്ടായിരുന്നു. അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നുകൊണ്ട് പൊതിഞ്ഞ നിയമപ്പെട്ടവും അതിനകത്ത് മന്നയിട്ട് വെച്ച പൊൻപാത്രവും അഹരോന്റെ തളർത്ത വടിയും നിയമത്തിൻ്റെ കൽപ്പനകളും അതിനു മീതെ കൃപാസനത്തിനെ മൂടുന്ന കെരൂബുകളും ഉണ്ടായിരുന്നു. അതിപ്പോൾ ഓരോന്നായി വിവരിപ്പാൻ സമയമില്ല, എനിക്കും സമയമില്ല, ഇപ്പോൾ വിവരിപ്പാൻ കഴിവില്ല. ഇവ ഇങ്ങനെ തീർന്ന ശേഷം പുരോഹിതന്മാർ ആദ്യം മുൻകൂടാരത്തിൽ ചെന്ന് ശുശ്രൂഷ കഴിക്കും. 2-ാമത്തതിലും ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം ചെല്ലും. രക്തം കൂടാതെയല്ല, അവൻ തൻ്റെയും ജനത്തിൻ്റെയും അബദ്ധങ്ങൾക്ക് വേണ്ടി അർപ്പിക്കും.
മുൻകൂടാരം നിൽക്കുന്നിടത്തോളം കാലം വിശുദ്ധ മന്ദിരത്തേക്കുള്ള വഴി വെളിപ്പെട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. ആ കൂടാരം ഈ കാലത്തേക്കൊരു സാദൃശ്യമത്രേ. മോശ ഉണ്ടാക്കിയ ആ കൂടാരമൊക്കെ ഒരു സാദൃശ്യ പഠനമാണത്. ഹല്ലേലൂയ. ഈ കാലത്തേക്കൊരു സാദൃശ്യ പഠനമാണ്. അതിനൊത്തവണ്ണം ആരാധനക്കാരൻ്റെ മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗങ്ങളും അർപ്പിച്ച് പോരുന്നു. അവ ഭക്ഷ്യങ്ങൾ, പാനീയങ്ങൾ, വിവിധ സ്നാനങ്ങൾ എന്നിവയോടുകൂടിയ ഗുണീകരണ കാലത്തോളം ചുമത്തിയിരുന്ന ജഡീക നിയമങ്ങൾ അത്രേ. അവ ന്യായപ്രമാണം ജഡീക നിയമമാണ്. ഇതൊന്നുകൂടി വായിക്കാം. ന്യായപ്രമാണം ജഡീക ശുദ്ധി വരുത്തുന്നു. 13 വാക്യം 9:13. ന്യായപ്രമാണം ജഡീക ശുദ്ധി വരുത്തുന്നു. 9:10 ന്യായപ്രമാണം ജഡീക നിയമം. ഇതിൽ കൂടുതൽ ന്യായപ്രമാണത്തിനൊരു ഖണ്ഡനം വേണോ? വേറൊരു ഭാഗം കൂടി ഉണ്ട്, അതുകൂടി വായിക്കാം. അതൊന്നും കേട്ട് ആരും ഞെട്ടിപ്പോകരുത്. തിമോഥെയോസിന്റെ ലേഖനത്തിൽ അത് കിടക്കുന്നത്. ന്യായപ്രമാണത്തിനൊരു വിശദീകരണം തിമോഥെയോസ് കൊടുക്കുക. ഞാനത് കേട്ട് ഞെട്ടിപ്പോയി. ആദ്യമായിട്ടൊക്കെ കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. സ്തോത്രം. ഹല്ലേലൂയ. 1 തിമോഥെയോസ് 1-ാം അധ്യായത്തിൻ്റെ 8, 9, 10 വാക്യങ്ങൾ വായിക്കുന്നു. ന്യായപ്രമാണമോ നീതിമാനല്ല, അധർമ്മികൾ, അഭക്തർ, അനുസരണം കെട്ടവർ, പാപികൾ, അശുദ്ധർ, ബാഹ്യന്മാർ, പിതുഹന്താക്കൾ, മാതുഹന്താക്കൾ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, പുരുഷമൈഥുനക്കാർ, നരമോഷ്ടാക്കൾ, പോഷ്ക് പറയുന്നവർ, കള്ളസത്യം ചെയ്യുന്നവർ എന്നിവക്കാർക്കും പത്യോപദേശത്തിന് വിപരീതമായ മറ്റേതിനുമത്രേ വെച്ചിരിക്കുന്നതെന്ന് ഗ്രഹിച്ചുകൊണ്ട് അത് ന്യായോചിതമായി ഉപയോഗിച്ചാൽ ന്യായപ്രമാണം നല്ലതെന്ന് നാം കാണുന്നു. ന്യായപ്രമാണം പാപത്തെക്കുറിച്ച് പരിജ്ഞാനം തരുന്നു. ഏറ്റവും പ്രധാനം ന്യായപ്രമാണം യേശുക്രിസ്തു വരുന്നു എന്ന് പഠിപ്പിക്കുന്നു. ന്യായപ്രമാണത്തിലെ യാഗങ്ങളും കാര്യങ്ങളൊക്കെ യേശുക്രിസ്തുവിൻ്റെ നിഴലായിട്ടുള്ള യാഗത്തെ വിളിച്ചോതുന്നു. ന്യായപ്രമാണത്തിലെ വക്താക്കൾ അറുത്തുകൂട്ടിയ കോടാനുകൂടി യാഗമൃഗം യേശുക്രിസ്തു യാഗമാകാൻ വരുന്നു എന്ന് കാണിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുകയാണ്. റോമാലേഖനത്തിലേക്ക് വന്ന് ഞാൻ അങ്ങോട്ട് കൺക്ലൂഷൻ ചെയ്യുക. വളരെ ഗഹനമായൊരു പഠനമാണ് ഇന്ന് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. അത് ശ്രദ്ധയോടെ പഠിക്കുക. ഹല്ലേലൂയ. യേശുക്രിസ്തുവിലൂടെ നമുക്ക് ന്യായപ്രമാണത്തിൻ്റെ എല്ലാ തകർച്ചകളും ദുരന്തങ്ങളും യേശുക്രിസ്തുവിലൂടെ അത് മാറ്റപ്പെടുന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ പിതാവ് നമ്മെ നീതീകരിക്കുന്നു. നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ച് ദൈവവചനം അനുസരിച്ച് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നിത്യജീവനിലേക്ക് നടത്തപ്പെടുന്നു. എത്ര മനോഹരമായൊരു അനുഭവം! ഇതേത് മതങ്ങളായി പഠിപ്പിക്കുന്നത്? എടാ, സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി എവിടെ ആരാ പഠിപ്പിക്കുന്നത്? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. സ്വർഗരാജ്യത്തേക്കുള്ള ഒറ്റ വഴി യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. ഒരൊറ്റ മതങ്ങളിലും അതിനെക്കുറിച്ച് പറയുന്നില്ല. പറയുന്നെങ്കിൽ അത് വെറും ഭാഗികമായിട്ടേ പറയുന്നുള്ളൂ. സ്വർഗരാജ്യത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ സത്യവേദ പുസ്തകം പഠിപ്പിക്കുന്ന പോലെ മറ്റൊരു ഗ്രന്ഥവും പഠിപ്പിക്കുന്നില്ല. ഈ ഇടയ്ക്കൊരു നിരീശ്വരവാദിയായ ഒരു മനുഷ്യടുത്ത് പറയുക, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞൊരു ഗുരു എവിടെയുണ്ട്? അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റിക്ക് അല്പ വിലയും നിലയും അദ്ദേഹം കൊടുക്കുന്നുണ്ട്, നിരീശ്വരനാണെങ്കിൽ പോലും. ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം പഠിച്ചനുസരിച്ചാണ് മഹാത്മാഗാന്ധി ബ്രിട്ടീഷുകാരുടെ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയെന്ന് തൻ്റെ ജീവപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഐ ഫൈൻഡ് ഇറ്റ്. എന്ത് താൻ കണ്ടെത്തി? യേശുക്രിസ്തുവിലൂടെ ചിലത് നമുക്ക് നേടിയെടുക്കാൻ കഴിയും എന്ന് താൻ കണ്ടെത്തി. തൻ്റെ ഐ ഫൈൻഡ് ഇറ്റ് എന്ന പുസ്തകത്തിൽ അതുണ്ടെന്നാണ് എൻ്റെ സ്നേഹിതൻ വായിച്ചു പറഞ്ഞ് ഞാനത് വിശ്വസിച്ചു. ഏത് ജാതി മതസ്ഥനും, ഏത് ഗോത്രത്തിൽപ്പെട്ടവനും, ഏത് ഭാഷക്കാരനും, ഏത് വംശക്കാരനും, ഏത് രാജ്യക്കാരനും, മനുഷ്യകുലത്തിൽ പിറന്ന ഏത് വ്യക്തിക്കും യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നീതീകരണം പ്രാപിച്ച് കർത്താവിൻ്റെ ചട്ടങ്ങൾ പ്രമാണങ്ങൾ അനുസരിച്ച് നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ച് നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ ജീവനുള്ള പുതുവഴി കർത്താവ് തുറന്നു തന്നു എന്നാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്.
അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുക. 30 മിനിറ്റാണ് ഒരു ക്ലിപ്പിൽ വെച്ചേക്കുന്നത്, ഇപ്പോൾ 35ആയി. എന്നോട് ക്ഷമിക്കണേ. കാര്യങ്ങൾ പറയുമ്പോൾ പറഞ്ഞ് അങ്ങ് പോവുകയാണ് വിഷയത്തിലേക്ക്. അതുകൊണ്ട് ഈ സൗഭാഗ്യം കർത്താവിൽ കൂടിയുള്ള നിത്യജീവൻ പ്രാപിക്കുവാൻ, ആദാമ്യ പാപനിമിത്തം വന്ന സകല ദുരന്തങ്ങളും സകല തകർച്ചകളും സ്വർഗമഹിമകൾ വിടിഞ്ഞ് താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രനായ യേശുക്രിസ്തുവിലൂടെ അത് പരിഹരിക്കപ്പെടുക, അത് പണിയപ്പെടുക. നഷ്ടപ്പെട്ട മനുഷ്യന് സ്വർഗരാജ്യം യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം ഞാനാകുന്നു. മരുഭൂമിയിൽ പലതിന്നവർ മരിച്ചു പോയതല്ലോ, ഇതാ മരിക്കാതിരിക്കേണ്ടതിന് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം ഞാനാകുന്നു. ഒരു വാക്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുക. പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാന വാക്യം, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 61-ാം വാക്യം. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. കർത്താവ് പറഞ്ഞ വചനത്തിലാണ് ആത്മാവുള്ളത്, ജീവനുള്ളത്. ആ ജീവന്റെ വചനങ്ങളെ പ്രമാണിച്ച് നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ സർവശക്തനായ കർത്താവ് റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ പഠന നിമിത്തം ഇത് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, വാട്സപ്പിലൂടെ, ടെലിഗ്രാമിലൂടെ, യൂട്യൂബിലൂടെ കേൾക്കുന്ന ഏത് വ്യക്തിക്കും കർത്താവ് കൃപ തരട്ടെ എന്നാത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. ഗോഡ് ബ്ലസ് യു മാറാനാഥ. താങ്ക് യു.